വേനൽ കടുത്തതോടെ കാട്ടുതീ പടർന്നു പിടിക്കുന്നു. പുരയിടത്തിലെ അടിക്കാടുകൾ തെളിക്കാത്തതും ഫയർലൈൻ തെളിക്കാത്തതുമാണ് കാട്ടുതീ പടർന്നു പിടിക്കുവാൻ കാരണം. ഫയർലൈനെങ്കിലും ഉടൻ തെളിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. വേനൽ കനത്തതോടെ എങ്ങും കാട്ടുതീ പടർന്നു പിടിക്കുകയാണ്. പുരയിടങ്ങളിലെയും തോട്ടങ്ങളിലെയും അടിക്കാടുകൾ ഉണങ്ങി നിൽക്കുകയാണ്. സ്വാഭാവികമായി ഉണ്ടാകുന്ന അഗ്നി മാത്രമല്ല, സിഗരറ്റ് വലിച്ച ശേഷം കുറ്റി ഉപേക്ഷിക്കുന്നതാണ് തീ പടരാൻ കൂടുതലായും കാരണമാകുന്നത്. വേനലിന് മുമ്പായി കർഷകർ അടിക്കാടുകൾ തെളിക്കാറുണ്ടായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി കർഷകർ പുരയിടം തെളിക്കാറില്ല. ഇത് തീ പടർന്നു പിടിച്ച് വലിയ നഷ്ടമുണ്ടാകാൻ ഇടയാവുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 5 ഇടങ്ങളിലാണ് തീ പടർന്നു പിടിച്ചത്. അഗ്നിബാധയിൽ കർഷകർക്ക് ലക്ഷങ്ങളാണ് നഷ്ടമുണ്ടാകുന്നത്. വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനമായും നമ്മുടെ പറമ്പ് ഒരു പരിധി വരെ നമ്മൾ പരിസരത്തോടെ തെളിച്ചിടുക. അല്ലെങ്കിൽ ഫയർ ബ്രേക്ക് എങ്കിലും, അത്യാവശ്യം ഫയർ ബ്രേക്ക് എങ്കിലും ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് കാട്ടുതീയിൽ നിന്ന് നമുക്ക് നമ്മുടെ പറമ്പിൽ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. ഫയർ ലൈൻ തെളിച്ചിടുക, ഒരു 2 മീറ്ററെങ്കിലും വീതിയിൽ ഫയർ ലൈൻ തെളിച്ചിടുകയാണെങ്കിൽ ഒരു പരിധി വരെയുള്ള കാട്ടുതീയിൽ നിന്ന് നമുക്ക് നമ്മുടെ പറമ്പിലെ സ്വത്തിൽ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. അടിക്കാടുകൾ വെട്ടിമാറ്റുകയാണ് തീ പടരുന്നത് തടയാനുള്ള മാർഗം. ഇത് സാധിക്കാത്തവർ ഫയർ ലൈനെങ്കിലും തെളിച്ചിടണം, അല്ലെങ്കിൽ തീ പടർന്നു പിടിക്കും. സിഗരറ്റ് വലിക്കുന്നവർ റോഡരികിൽ ഉപേക്ഷിക്കുന്ന സിഗരറ്റ് കുറ്റിയിൽ നിന്നാണ് മിക്കയിടത്തും തീ പടർന്നു പിടിക്കുന്നത്. ഫയർ ലൈൻ തെളിച്ചാൽ റോഡിൽ പിടിവിടുന്ന തീ കൃഷിയിടത്തിലേക്ക് കയറാതെ സംരക്ഷിക്കാനുമാകും. വേനൽ ഓരോ ദിവസം തോറും കനത്തുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഭാഗത്ത് തീ പടരാൻ സാധ്യതയുണ്ട്. അതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.